ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതും സുപ്രധാന മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകളും പ്രധാന അജണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് മുംബൈ ലോക് ഭവനിൽ കൂടിക്കാഴ്ച. 3.25 ലക്ഷം കോടിയുടെ റഫാൽ വിമാന ഇടപാടിൽ ഒപ്പുവയ്ക്കും. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ നിയമപരമായ ചട്ടക്കൂടിന് അന്തിമ രൂപമാകുന്നു. ഇന്ത്യൻ സംഘം അടുത്തയാഴ്ച US-ലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന്. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ വ്യക്തത വരുത്തി കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകാൻ സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാം ഇന്ന് കൊച്ചി ED ഓഫീസിൽ ഹാജരായേക്കും. ദ്വാരപാലക പാളികൾ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജിച്ചതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിലും വ്യക്തത തേടും. പെരിയാർ ഉൾപ്പെടെയുള്ള നദികളിൽ മത്സ്യസമ്പത്ത് കുറയുന്നു. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രതിഫലനമെന്ന് വിദഗ്ധർ. കീടനാശിനി പ്രയോഗവും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതും പ്രധാന വെല്ലുവിളി. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ വിധി റദ്ദാക്കണമെന്ന ഉപഹർജിയിൽ സെഷൻസ് കോടതി ഉത്തരവെന്ന്. മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി നിയമപരമായി നിലനിൽക്കില്ലെന്ന് ആന്റണി രാജു. നിയമസഭാംഗത്വത്തിൽ കോടതി വിധി നിർണായകം. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ ഇന്നു മുതൽ പണിമുടക്കിലേക്ക്. യൂബർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന ആവശ്യം. മറ്റന്നാൾ വരെ യൂബർ ആപ്പ് ബഹിഷ്കരിക്കും. സൊമാറ്റോ, സ്വിഗ്ഗി തൊഴിലാളികളും പണിമുടക്കിൻ്റെ ഭാഗമാകും. 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് വീണ്ടും തോൽവി. സൂപ്പർ 8 സാധ്യത മങ്ങി. മുൻ ചാമ്പ്യന്മാരെ ശ്രീലങ്ക തകർത്തത് 8 വിക്കറ്റിന്. 3 കളികളും ജയിച്ച് ശ്രീലങ്ക സൂപ്പർ 8-ൽ ലോകകപ്പിലെ വേഗതയാർന്ന സെഞ്ചുറി സ്വന്തമാക്കി ഓപ്പണർ നിസ്സംഗ.